അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വകഫ വസ്സലാമുൻ അലാ മല്ലാ നബിയ്യല്ലദീന ഇസ്തഫാ അമ്മാ ബഅദ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുള്ള സർവ്വ മനുഷ്യരിലേക്കും കാരുണ്യമായി നിയോഗിതനായ ദൂതനാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഖുർആനിൻ്റെ 21-ാം അധ്യായം അംബിയാ സൂറത്തിൻ്റെ 107-ാമത്തെ വചനമാണ്. പ്രവാചകരെ താങ്കളെ നാം ലോകത്തുള്ള സർവ്വ മനുഷ്യരിലേക്കും കാരുണ്യമായി കൊണ്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല. വ അർസൽനാക ലിന്നാസി റസൂല വകഫാ ബില്ലാഹി ഷഹീദ. 4-ാം അധ്യായം സൂറത്ത് നിസാഇൻ്റെ 78-ാമത്തെ വചനമാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരിലേക്കും ദൂതനായിക്കൊണ്ടാണ് പ്രവാചകരെ താങ്കളെ നാം അയച്ചിരിക്കുന്നത്. സാക്ഷിയായി അള്ളാഹു മതി. അപ്പോൾ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ഇസ്ലാം നമ്മളോട് പറയുന്നത്, അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ലോകത്തുള്ള സർവ്വ മനുഷ്യരിലേക്കുമുള്ള ദൂതനായിട്ടാണ്. അപ്പോൾ മുഹമ്മദ് നബിക്ക് മുമ്പ് കടന്നു വന്ന ദൂതന്മാരോ അവരെല്ലാം ഓരോ കാലഘട്ടങ്ങളിലേക്ക് മാത്രമായിരുന്നു. മുഹമ്മദ് നബി എല്ലാ മനുഷ്യരിലേക്കുമുള്ള ദൂതനായിട്ടാണ്. അന്ത്യനാൾ വരെ ഇനി ഏതൊക്കെ സമൂഹം ഇവിടെ കടന്നു വരാനുണ്ടോ എല്ലാവരിലേക്കുമുള്ള പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കാര്യത്തിൻ്റെയും കേന്ദ്രമായിരിക്കണം. അതിനെ തൊട്ടിട്ട് വേണം ഈ സർക്കിൾ നമുക്ക് വരച്ചുണ്ടാക്കാൻ. ആ ഒരു ബിന്ദുവിനെ തൊട്ട് വേണം നമുക്ക് ഈ സർക്കിൾ വരച്ചുണ്ടാക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വളർന്നത് മക്കയിലാണ്. മക്ക എന്ന് പറയുന്നത് പലപ്പോഴും നാം ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഒരു ഈ ഒരു ഭൂമിയെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അതിൻ്റെ കേന്ദ്രമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അതിൻ്റെ കേന്ദ്രമായിട്ട്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിൻ്റെ സെൻട്രൽ പോയിൻ്റാണ്, കേന്ദ്രബിന്ദുവാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കേന്ദ്രബിന്ദുവായി തീരുമ്പോൾ മാത്രമാണ് പ്രവാചകന് മറ്റുള്ള ആളുകളിലേക്ക്, ലോകത്തേക്ക് വെളിച്ചം പകരാൻ കഴിയുന്നുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭൂമിയിലേക്ക് ഒരു ദൂതനായിക്കൊണ്ട് ഉത്തരവാദിത്വം ഏൽപ്പിച്ച അല്ലാഹു തആല പറഞ്ഞയച്ചു, പ്രവാചകനായിക്കൊണ്ട് പറഞ്ഞയച്ചു, മനുഷ്യർക്ക് താക്കീത് നൽകാനും പരലോകത്തുള്ള സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കാനൊക്കെ വേണ്ടിയിട്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു വിശേഷിപ്പിച്ചത് വെളിച്ചം നൽകുന്ന വിളക്ക് എന്നാണ്. ഒരു റൂമിൽ നമ്മളൊരു വെളിച്ചം കത്തിച്ചു വെക്കുകയാണെങ്കിൽ, ഒരു വിളക്ക് കത്തിച്ചു വെക്കുകയാണെങ്കിൽ, നമുക്ക് ആ റൂം മൊത്തം വെളിച്ചം കിട്ടണമെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക? അതിൻ്റെ ഏറ്റവും ഒത്ത നടുവിൽ കൊണ്ടുവന്ന് വെക്കും. നമ്മൾ ഏറ്റവും ഒത്ത നടുവിൽ കൊണ്ടുവന്നിട്ട് ആ വിളക്ക് സ്ഥാപിക്കും. ആ വിളക്കിൽ നിന്ന് വരുന്ന വെളിച്ചം റൂമിൻ്റെ 4 ഭാഗങ്ങളിലേക്കും എത്താൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ ജനിപ്പിച്ചു. അള്ളാഹുവിൻ്റെ റസൂലിന് നുബുവത്ത് നൽകി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല വെളിച്ചം നൽകുന്ന ഒരു പ്രവാചകനായിട്ട്, ഒരു ദൂതനായിട്ട്, വിളക്കായിട്ട് അള്ളാഹു വിശേഷിപ്പിച്ചു. പരിശുദ്ധ ഖുർആനിൻ്റെ 33-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്സാബിൻ്റെ 45-46 വചനങ്ങൾ അല്ലാഹു തആല പറയാണ്, യാ അയ്യുഹൻ നബിയു, അല്ലയോ പ്രവാചകരെ, ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ. തീർച്ചയായും താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നു, ലോകത്തുള്ള മനുഷ്യരിലേക്ക് വേണ്ടി അയച്ചിരിക്കുന്നു. ഷാഹിദൻ, ഒരു സാക്ഷിയായിക്കൊണ്ട് അയച്ചിരിക്കുന്നു. മുബശ്ശിറൻ വ നദീറ, മരണാനന്തര ലോകത്തുള്ള സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ടും പരലോകത്തുള്ള നരകത്തെക്കുറിച്ച് താക്കീത് നൽകുന്നവനായിക്കൊണ്ടും. വ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു പ്രബോധകനായിക്കൊണ്ടും. വ സിറാജം മുനീറ, വെളിച്ചം നൽകുന്ന ഒരു വിളക്കായിട്ടും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യർക്ക് വെളിക്കം കാണിക്കുന്ന ഒരു വിളക്കാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അടിവരായിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നുബുവത്ത് ലഭിച്ച് പ്രവാചകനായി നിയോഗിതനായി അള്ളാഹുവിൻ്റെ റസൂല് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കാനുള്ള പദ്ധതികളിൽ വ്യാപൃതനാകുകയാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുള്ള ആളുകളിലേക്ക് മാത്രമല്ല, നുബുവത്ത് ലഭിച്ച കാലം മുതൽക്ക് തന്നെ അള്ളാഹുവിൻ്റെ റസൂല് ജസീറത്തുൽ അറബിൻ്റെ, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള രാജാക്കന്മാരിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിച്ചുകൊണ്ട് കത്തുകൾ എഴുതിയിട്ടുണ്ട്. ആ രാജാക്കന്മാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തുകൾ എഴുതിയിട്ടുണ്ട്. ദൂതന്മാർ മുഖേന അവരിലേക്ക് കത്തുകളും സന്ദേശങ്ങളും എത്തിച്ചിട്ടുണ്ട്.
പിന്നെ ഇസ്ലാമിൻ്റെ ഭരണങ്ങളും ഇസ്ലാമിൻ്റെ ഭരണപ്രവിശ്യകളും അതുപോലെ തന്നെ അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അതിങ്ങനെ പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഇസ്ലാമിൻ്റെ സന്ദേശം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി. അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തെ ഏറ്റവും അവസാനത്തെ പ്രസംഗത്തിൽ, ഹജ്ജത്തുൽ വിദാഇൻ്റെ വിടവാങ്ങൽ പ്രസംഗ സമയത്ത് അറഫ മൈതാനിയിൽ സർവ്വ മനുഷ്യരെയും വിളിച്ചു കൂട്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പ്രസംഗത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവരിലേക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക. അന്ന് പ്രവാചകനിൽ നിന്ന് ദീൻ കേട്ടു പഠിച്ച്, ഇസ്ലാമിനെ കേട്ടു പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുന്ന സ്വഹാബാക്കൾ, പ്രവാചകൻ്റെ അനുചരന്മാർ, തങ്ങളുടെ കഴുതകളും ഒട്ടകങ്ങളും കുതിരകളും ഏതു ഭാഗത്തേക്കാണോ തിരിഞ്ഞു നിൽക്കുന്നത് അവിടങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശവുമായിട്ട് ജൈത്രയാത്ര നടത്തുകയാണ്, പലായനം ചെയ്യുകയാണ്. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടി ഓരോ സ്വഹാബാക്കളും യാത്ര ചെയ്തു പോവുകയാണ്. പ്രവാചകൻ്റെ പ്രതിനിധിയായിട്ട്, ഇസ്ലാമിൻ്റെ പ്രതിനിധിയായിട്ട് അവിടെ ചെന്നിട്ട് ഇസ്ലാമിന് ആളുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ അവർ പീഡനങ്ങൾ അനുഭവിച്ചു, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു, പ്രയാസങ്ങൾ അനുഭവിച്ചു. ഇന്ത്യയിലേക്കും വന്നിട്ടുണ്ട് ഇതിൻ്റെ സന്ദേശം. അങ്ങനെയാണ് നമ്മളെല്ലാം ഈ ദീനിനെ പുൽകുന്നതും ഈ ദീൻ ഉൾക്കൊള്ളുന്നതും. ഈ ദീനിൻ്റെ സന്ദേശം ഇന്നും എത്തിയിട്ടില്ലാത്ത അനേകായിരം മനുഷ്യരിവിടെ ഉണ്ട്. അവരിലേക്കും ഈ സന്ദേശം, പ്രവാചകനിൽ നിന്ന് ഈ സത്യദീപം, ഈ വെളിച്ചം, ഈ സത്യദീനിൻ്റെ ആശയം, ഇത് സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച, ഉൾക്കൊള്ളാനും നെഞ്ചേറ്റാനും ഭാഗ്യം ലഭിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സന്ദേശം എത്തിയിട്ടില്ലാത്തവരില്ലേ, അവരിലേക്ക് നമ്മളിത് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഖുർആൻ്റെ 41 അധ്യായം ഫുസ്സിലത്ത് സൂറത്തിൻ്റെ 33 വചനമാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്ന് പറയുകയും ചെയ്യുന്നവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്നവൻ മറ്റാരുണ്ട് എന്ന ഖുർആൻ്റെ ചോദ്യം പ്രബോധകനാകാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് കൊണ്ടുവന്ന ഈ ദീൻ, പ്രവാചകനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഈ ആദർശം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ഈ ദൗത്യം, വെളിച്ചം നൽകുന്ന വിളക്ക്, നമ്മളും അതുപോലെ തന്നെ ഈ സത്യദീപം മറ്റുള്ളവരിലേക്ക്, ഈ വെളിച്ചം മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും ഏറ്റെടുത്തവരാണ്. നമ്മളിത് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്, നമുക്കിത് പകർന്നു കൊടുക്കേണ്ടതുണ്ട്, മറ്റുള്ളവരിലേക്ക് നമ്മളിത് എത്തിച്ചു കൊടുക്കുക തന്നെ വേണം. സർവ്വലോക രക്ഷിതാവായ അല്ലാഹു തആല ഈ ഒരു സന്ദേശം, പ്രവാചകനെക്കുറിച്ച് വെളിച്ചം നൽകുന്ന വിളക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ ആ പ്രവാചകനിൽ നിന്ന് ഈ ദീനിനെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും ഭാഗ്യം ലഭിച്ചവർ എന്ന നിലക്ക് ഇതിൻ്റെ സന്ദേശം എത്തിയിട്ടില്ലാത്തവർക്ക് ഈ സന്ദേശം എത്തിക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.